ഈ ഹാപ്പിനെസ് 40 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടി ഉണ്ടല്ലോ ഇതിൻ്റെ ഭാഗമായിട്ട്. എന്താണ് ഈ ഹാപ്പിനെസ് 40? ഇൻഹൗസിലെ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് ഹബ്ബാണ് ഹാപ്പിനെസ് 40. ഇന്ന് ലോകത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എൻ്റർടൈൻമെൻറ്റ്. ഫുഡിനെ പോലെ, വായുവിനെ പോലെ, ജലത്തെ പോലെ ഇന്ന് അവിടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി ഉണ്ട്. ഈ എൻ്റർടൈൻമെൻറ്റിനുള്ള അവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇന്ന് സമൂഹത്തിൻ്റെ അടിത്തട്ട് മുതൽ മേലോട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മേൽഭാഗത്തുള്ള ആളുകൾക്ക് സാമ്പത്തികമായ കഴിവും ശേഷിയുമുള്ള ആളുകൾക്ക് മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് പല മേഖലകളും എത്തിപ്പെടാൻ കഴിയുക. അതിൽ നിന്നും മാറാൻ ഈ സമൂഹത്തിന് മുഴുവനും ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ വിവിധ തരങ്ങൾ ലഭിക്കാൻ ഉള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഹാപ്പിനെസ് 40 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹാപ്പിനെസ് 40യുടെ കൺസെപ്റ്റിൽ ഹാപ്പിനെസ് 40യുടെ ഭാഗമാകാൻ കഴിയുക 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണ്. കാര്യം ഒരു മെച്യൂരിറ്റി പ്ലേസിന് ശേഷമുള്ള ഒരു ടൈം എന്ന നിലക്കും 2 തലമുറകൾക്കിടയിലുള്ള ബാൻഡ് എന്ന നിലക്കുമാണ് നമ്മളതിനെ 40 ഇയേഴ്സിൻ്റെ ബിഫോർ എന്ന് പറയുന്നത്, ആഫ്റ്റർ എന്ന് പറയുന്നത്. കാരണം അതിന് മുമ്പ് നമ്മൾ ഈ കൂട്ടായ്മ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതും ഉപയോഗപ്പെടുന്നതും എല്ലാവർക്കും ആണെങ്കിലും അതിൻ്റെ ഭാഗമാകാൻ കഴിയുക എപ്പോഴും ഹാപ്പിനെസ് 40 വയസ്സ് കഴിഞ്ഞുള്ള ഒരു തലമുറക്കായിരിക്കും. അവരുടെ ബ്രെയിൻ മെച്യൂരിറ്റിയും അവരുടെ മെച്യൂരിറ്റി കൺസെപ്റ്റും ഒക്കെ വെച്ചിട്ടാണ് നമ്മളതങ്ങനെ കണക്കാക്കുന്നത്. അതിൻ്റെ കോർഡിനേഷനും അതിൻ്റെ സംവിധാനത്തിലൊക്കെ ഈ പ്രായം ഇന്ന് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബിസിനസ് ഹബ്ബ് വർക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിറ്റീസുമാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കുമാണ്. വർക്ക് എന്ന് പറയാൻ പറ്റില്ല, സമൂഹത്തിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ചില സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതിനെ ഭാഗമാക്കുക, ഓരോ ഏരിയകളിൽ ആളുകളെയും അതിനെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ 40 ഇയർ തിരഞ്ഞെടുക്കാൻ കാരണം? 40 വയസ്സ് തന്നെ ഒരു പ്രത്യേക ഡിജിറ്റ് തിരഞ്ഞെടുക്കാൻ കാരണം? 40ൻ്റെ ശേഷം നമ്മളുടെ മനുഷ്യരിലുള്ള മാറ്റങ്ങൾക്ക് ചില മെച്യൂരിറ്റി കൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. അവർക്ക് ഈ 2 അതിന് മുകളിലുള്ള കുട്ടികൾ, അത് ടീനേജ് ഗുഡ്സ്, അവരും യൂത്തിനും ഉണ്ടാകുന്ന ചില കാര്യങ്ങളിലുള്ള മെച്യൂരിറ്റി ഇവരേക്ക് വരികയും അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും നോക്കുവാനും ഒക്കെയുള്ള കഴിവും തീരുമാനമെടുക്കാനുള്ള കഴിവിൽ എല്ലാവരെയും പരിഗണിക്കുന്നവരായിരിക്കും ഇവർ. 60 കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിനെയും 40 താഴെയുള്ള യുവാക്കൾ, കുട്ടികൾ, ഇവരെയും ഒക്കെ ഉൾക്കൊള്ളാനും ഒരു ഡെവലപ്മെൻറ്റിനെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ടൈം ഏജ് ആണ് ഇത് എന്നതിൽ നിന്നാണ് നമ്മൾ അത്തരമൊരു ഇതിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത്. കാരണം ഇതിൻ്റെ ഭാഗമാകാനുള്ള കഴിവ് പ്രധാനമായും 40 കഴിഞ്ഞ ആളുകൾക്ക്, അത് സീനിയർ സിറ്റിസൺസ് താഴെയുള്ള ആളുകൾക്ക് നിലനിർത്തുകയും അത് കഴിയുന്നതോടുകൂടി അവർ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുകയോ ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് അവർക്കാണ് എൻട്രി ചെയ്യാൻ കഴിയുക, അവരാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇതിനൊരു ബിസിനസ് ടീമിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് നടക്കുന്ന ഒരു സോഷ്യൽ കൂട്ടായ്മ എന്ന നിലക്കാണ് അതിൻ്റെ വർക്ക് മുന്നോട്ട് പോവുക. സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് പോലും എൻ്റർടൈൻമെൻറ്റിൻ്റെ വിവിധ തലങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന് മുഖ്യമായും നമ്മൾ ലക്ഷ്യം കാണുന്നത്. ഓരോ ഗ്രാമങ്ങളിലും, ഓരോ വില്ലേജിലും, ഓരോ സ്ഥലങ്ങളിലും അവിടെയുള്ള എല്ലാവർക്കും വലിയ വലിയ എൻ്റർടൈൻമെൻറ്റിൻ്റെ സാധ്യതകളെ ചെറിയ ഫിനാൻഷ്യൽ കാഴ്ചപ്പാടിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ബിസിനസ് ടീമിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ എന്താണ് എൻ്റർടൈൻമെൻറ്റ്, ഏതൊക്കെ തരം എൻ്റർടൈൻമെൻറ്റുകളാണെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്? എൻ്റർടൈൻമെൻറ്റുകൾക്ക് നമ്മൾ കാറ്റഗറൈസേഷൻ അല്ല, പക്ഷേ നമ്മൾ പ്രൈവറ്റ് എൻ്റർടൈൻമെൻറ്റ് കൺസെപ്റ്റ്സ് പറയപ്പെടുന്ന ഡ്രഗ്സ്, സെക്സ് തുടങ്ങിയിട്ടിരിക്കുന്ന കാര്യങ്ങളെ റിമൂവ് ചെയ്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിൽ, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ ഒരു സൊസൈറ്റി എന്ന നിലയിൽ നിലനിർത്തേണ്ട മര്യാദകളും അതിൻ്റെ സാഹചര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു രൂപമാണ് ഒരു സൊസൈറ്റിക്ക് വേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ്. അവിടെ പല ആളുകളുണ്ടല്ലോ, പല രീതിയിൽ ആളുകളുണ്ടല്ലോ, അവരെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മളതിലേക്ക് വിഭാവന ചെയ്യുന്നത്. അതിനു വേണ്ടിയുള്ള പ്രോഗ്രാംസും മറ്റതാണ് ഈ ബിസിനസ് ഹബ്ബ് രൂപപ്പെടുത്തുന്നത്. അതിൽ 40 കഴിഞ്ഞ ആളുകൾക്ക് അതിൻ്റെ ഭാഗമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ
ഒരു പ്രത്യേകത. ആ രീതിയിലാണ് നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആകുമ്പോൾ എക്സ്പെൻസീവായ എൻ്റർടൈൻമെൻറ്റുകൾ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഒരു ടൂറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമുകളാണെങ്കിൽ വളരെ എക്സ്പെൻസീവാണ് കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുക? അത് എല്ലാ ഇതിലുള്ള പ്രോഗ്രാംസും നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി അതിൻ്റെ പരിഗണന അതിലുണ്ട്. മേൽത്തട്ടിലുള്ള ആളുകളുടെ ഫണ്ട്, പണമുള്ള ആളുകളുടെ പ്രോഗ്രാംസിനെ കുറിച്ചല്ല നമ്മൾ ചോദിക്കുന്നത്. ഇത് ഗ്രോയിങ് വിത്ത് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റിയുടെ പല ആളുകളെയും അതിർവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടുന്ന് എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് കൂടി അവസരമുണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രോഗ്രാംസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും അതിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയും. എല്ലാത്തിലും എല്ലാവരും ഇൻവോൾവ് ചെയ്യുക എന്നതല്ല. എല്ലാവർക്കും വ്യത്യസ്തമായ തരത്തിൽ അവർ എൻ്റർടൈൻമെൻറ്റ് വ്യത്യസ്തമായിരിക്കും. എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവരില്ല. ചില സംഗീതത്തെ ആഗ്രഹിക്കുന്നു, ചിലർ കായികത്തെ ആഗ്രഹിക്കുന്നു, ചിലർ സാഹിത്യത്തെ ആഗ്രഹിക്കുന്നു, ചിലർ വേറെ ചിലതിനെ ആഗ്രഹിക്കുന്നു. ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ വ്യത്യസ്ത തലങ്ങൾ നമ്മളിതിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ ആ തലങ്ങൾ വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ ഓരോ പ്രദേശത്തെ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഈ പ്രോഗ്രാമിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഉണ്ടായാലേ അത് കറക്റ്റായി നിലനിൽക്കുകയുള്ളൂ എന്ന നിലയാണ് അത് ബിസിനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനെ കൊണ്ടുപോകുന്നത്.